പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ ആൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ മക്കളെ ഞാൻ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ ദൈവപേദരെ, നീ ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികളും കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പ് നടക്കുകയും നീ നടക്കേണ്ട വഴി നിനക്ക് ആലോചിച്ച് നൽകുകയും ചെയ്യുമ്പോഴേ നിൻ്റെ ആലോചനകളിലും ചിന്തകളിലും തീരുമാനങ്ങളിലുമെല്ലാം പരിശുദ്ധാത്മ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് ആപത്ത് വരുന്ന, നഷ്ടങ്ങൾ വരുന്ന, ഘട്ടങ്ങൾ വരുന്ന, കോട്ടങ്ങൾ വരുന്ന എല്ലാ ചിന്താഗതികളും തീരുമാനങ്ങളും കോയിൻസിഡൻസുകളും മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം നീ എടുക്കേണ്ടി വന്ന എല്ലാ ആപത്തുകളും യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊണ്ട് ബന്ധിക്കുന്നു. കർത്താവിൻ്റെ കണ്ണ് ചൊരിയട്ടെ. കർത്താവെ, ഇന്ന് നിൻ്റെ പുതുതായിട്ട് നിൻ്റെ ജീവിതവൃത്തിക്കും മേൽഗതിക്കും വേണ്ടി നീ എടുക്കുന്ന തീരുമാനങ്ങൾ, പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ നല്ല ബന്ധങ്ങളിലേക്ക് ചെന്ന് ചേരുവാനും കർത്താവ് തന്നെ നിൻ്റെ ജീവിതം ക്രമീകരിച്ച് തരുവാനും കർത്താവിൻ്റെ നാമത്തെ നിന്നെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, നിൻ്റെ ഹോംവർക്കുകളാക്കിയ ഗൃഹപാഠങ്ങളായിട്ട് നീ മാറ്റി വച്ചിരിക്കുന്നത്, നീക്കി വച്ചിരിക്കുന്നത്, ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, കണ്ടുമുട്ടേണ്ട വ്യക്തികൾ, ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്കും കണ്ടുമുട്ടേണ്ട വ്യക്തികൾക്കും കർത്താവിൻ്റെ കരുണയും കൃപയും നിനക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖല തകർച്ചയിലായ അവസ്ഥ, ജീവിത ചെലവ് പോലും എങ്ങനെ നിർവഹിക്കുന്നവർക്ക് വിഷമിക്കുന്നവർ, ജോലി സംബന്ധമായ പ്രതിസന്ധി കുടുങ്ങിയിരിക്കുന്നവർ, സർവീസ് സംബന്ധമായ പ്രതിസന്ധി കുടുങ്ങിയിരിക്കുന്നവർ, അതങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ നിന്നെല്ലാം ദൈവമാതാവിൻ്റെ പ്രത്യേകമായ പരിപാലനയിൽ നിനക്ക് വിടുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നവരെയും മുടി കൊഴിഞ്ഞ പല കാരണങ്ങളാൽ ശരീരത്തിന് ത്വക്ക് രോഗമുള്ളവരെയും കർത്താവ് കാണിക്കുന്നു. അവിടെ മേലെല്ലാം കർത്താവ് വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. വിട്ടു മാറാത്ത തലവേദനയും കണ്ണിന് കാഴ്ച മങ്ങുന്ന അവസ്ഥയും മൂക്കിന് ദശ വളരുന്ന അവസ്ഥയും അങ്ങനെയുള്ള എല്ലാ ആന്തരിക സിസ്റ്റുകൾ, പങ്ക്രിയാസിൻ്റെ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, അതുപോലെയുള്ള ആന്തരിക അവയവത്തിൻ്റെ രോഗങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്ത വിവാഹം താമസിക്കുന്നവർ, ചെയ്തുപോയി നടന്ന വിവാഹത്തിൻ്റെ മേലും പരസ്പരം അകന്ന് താമസിക്കുന്നവരെല്ലാം ഐക്യപ്പെടുവാനും, മക്കളില്ലാത്തവരും ഗർഭിണികളായിട്ടുള്ള അമ്മമാരും ഗർഭസ്ഥ ശിശുക്കൾക്ക് പ്രയാസങ്ങളുള്ളവരും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ തിരുമുറിവാൾ വലതുകരം ആണിപ്പുറത്ത് അത്ഭുതകരം ഗർഭിണികളെ വയറിൽ കർത്താവ് സ്പർശിക്കട്ടെ. അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുവാനും, ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ച് അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ വന്ന കർത്താവിന് നന്ദി പറയുവാനും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ രോഗങ്ങൾ, നിൻ്റെ ഡോക്ടർ, നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ ആശീർവദിക്കുന്നു. നീ കഴിക്കുന്ന മരുന്നിനെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ
നിൻ്റെ പരീക്ഷകളെ ആശീർവദിക്കുന്നു. നിനക്ക് നിൻ്റെ റിസൾട്ടിനെ, വരാൻ പോകുന്ന റിസൾട്ടിനെ ആശീർവദിക്കുന്നു. നിൻ്റെ ഉപരി വിദ്യാഭ്യാസത്തിന് ആവശ്യമായ മേൽഗതിക്കുള്ള എല്ലാ യോഗ്യതകളും നേടുവാൻ നിൻ്റെ അയോഗ്യത പരിഹരിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം ഞാൻ നിനക്ക് ഉന്നതമായ വിജയം കൈവരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. വസ്തു വിൽക്കാനുള്ളവർ, വസ്തു വാങ്ങാനുള്ളവർ, വീട് വിൽക്കാനുള്ളവർ, വീട് വെക്കാനുള്ളവർ, കർത്താവെ അവരെല്ലാം അവരുടെ തടസ്സങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, എല്ലാ മേഖലകളിലും നീ നേരിടുന്ന ബന്ധനങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം അഴിഞ്ഞു മാറട്ടെ കൽപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വസര എന്നേക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു അപേക്ഷ ജീവിതമല്ല. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു അപേക്ഷ ജീവിതമല്ല. ചില അണ്ണന്മാരെങ്കിലും ദൈവത്തെ എന്തിനാണ് അപേക്ഷിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്ത് പ്രാർത്ഥിക്കാനാണ്? അത് അന്നു വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് അപേക്ഷ ജീവിതം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആൾക്കാരല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ കർത്താവിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ? വാക്കിൽ എനിക്കിഷ്ടപ്പെട്ട വാക്കാണ്, ദൈവത്തിരുസന്നിധി സമ്പന്നരായിരിക്കണമെന്ന്. ലുക്ക 12:21. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും. അതാണ് അപേക്ഷകസ്ഥാനി എന്ന് പറയുന്നത്. എപ്പോഴും തനിക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി എപ്പോഴും ഇങ്ങോട്ട് കൊണ്ട് ഇപ്പോൾ തൂമ്പ പോലെ വെട്ടി ഇങ്ങോട്ട് എടുക്കും. ദൈവത്തിനെ കാണുമ്പോൾ തന്നെ തൂമ്പ ഇടത്തിന് വിട്ടാത്തതാണ്. അതല്ല, അപ്പോഴും ജീവിതകാലം മുഴുവൻ ഇത് തന്നെയായിരുന്നു അഭ്യാസം. വേറെ ഒന്നും അറിയാൻ പാലാത്ത കൊണ്ടാണ്. അങ്ങനെയല്ല, ഒരു കോൺസെപ്റ്റാണത്. എന്താണ്? ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ്. എന്താണ്? നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ സമ്പന്നരായിരിക്കണമെന്ന്. അതായത് ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം. ഒരു ദിവസം അവസാനിക്കുമ്പോൾ, ഇപ്പോൾ ദിനവൃത്താന്തമൊക്കെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ അത് ആ കണക്ക് പുസ്തകം പോലെ കാര്യം ഓവർ ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് നമ്മൾ ഇവിടുത്തെ ബാലൻസ് എഴുതുമ്പോൾ നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള പോലെ വരരുത്, ദൈവം ഇങ്ങോട്ട് തരാനുള്ള പോലെ വരണം. അങ്ങനെ ജീവിക്കുന്നതാണ് ദൈവത്തിരുസന്നിധി സമ്പന്നത എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ സമ്പന്ന ഈശോ തന്നെയായിരുന്നു. ഈശോ ഒരു സന്ധ്യയ്ക്ക് തൻ്റെ അവസാന ദിവസമില്ലേ, അവസാന ദിവസം രാത്രിയാകണ മുമ്പ് അവസാന ദിവസം സന്ധ്യയ്ക്ക് കർത്താവ് ഗെത്സേമനി മുട്ടുകുത്തുമ്പോൾ ഈ സമ്പന്നത പറയുന്നുണ്ട്. എന്താ പറയണത്? പിതാവേ, എൻ്റെ ദിനങ്ങൾ, ഭൂമിയിൽ എനിക്ക് കൽപ്പിച്ച് നൽകിയ ദിനങ്ങൾ, എൻ്റെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. അതാണ് സംഭവം. അപ്പോൾ എൻ്റെ ദിനങ്ങളെ ഞാൻ എൻ്റെ ദിനങ്ങളിൽ ഞാൻ
ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്ത് ചെയ്യണം ഇനി? ഇങ്ങോട്ട് തരണം. നീയാണ് ഇനി ചെയ്യേണ്ടത് കാര്യം. ഭയങ്കര അർത്ഥമല്ലേ? അതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയണത്. അത് അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ, അതാണ് വിഷയം. ഇപ്പം ദൈവത്തോട് ഇപ്പം നമ്മൾ ചോറ് ചോദിച്ചാൽ നീ ചോറ് കൊണ്ടുപോയി, ഇനിയും ഞാൻ ചോറ് തരുമെന്ന് ദൈവം പറയത്തില്ല. നമ്മൾ ഭക്ഷണം ചോദിച്ചാൽ ഇനിയും ഞാൻ ഭക്ഷണം തരുമെന്ന് പറയത്തില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ദൈവത്തോട് ചോദിക്കേണ്ടത്. പണ്ട് ഈ കർത്താവ് ഇതുപോലെ ഗെത്സേമനി പോലെ ഒരു ഗെത്സേമനിയുടെ തന്നെ ആദ്യ ഗെത്സേമനിയുണ്ട്. എൻ്റെ ആത്മാവ് മരണകരമായ വേദന അനുഭവിക്കുന്നു, ഞാനെന്ത് പറയേണ്ടു, പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് മാറ്റണമേ. അത് ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്. പാഷനെക്കുറിച്ച് കറക്റ്റ് കർത്താവ് ഫുൾ കോൺഷ്യസിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ പിതാവ് എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറയും. അപ്പോൾ പിതാവ് പറഞ്ഞ വാക്കുണ്ട്, എന്താണ്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്ന്. അതാണ് ദൈവത്തിൽ നിന്ന് വീണ്ടും ദൈവം തരാൻ ആഗ്രഹിക്കുന്ന സാധനം മഹത്വമാണ്. അല്ല കഞ്ഞിയും ചോറും ജോലിയും PR-ഉം പെൻഷനും ഒന്നുമല്ല. ദൈവത്തിന് ഇനിയും നമുക്ക് തരാൻ അതാണ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 12:28. പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അങ്ങനെയാണ് ആ കണക്ക് അവസാനിക്കേണ്ടത്. ഓരോ ദിവസം അവസാനിക്കുമ്പോൾ ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം. അങ്ങനെ ജീവിച്ചു നോക്കിയേ. ഞാനൊക്കെ അങ്ങനെ ജീവിക്കാൻ പരിശ്രമിക്കുകയാണ്. അതിൽ ഞാൻ കാശുരൂപം വെച്ച് കുഞ്ഞിനെ നെഞ്ചത്ത് വെച്ചിട്ട് അമ്മയടുത്ത് പറഞ്ഞു, മാതാവേ ഇത്രേ കാലം ഞാൻ ഇവിടെ വന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ചു, കുഞ്ഞ് കരഞ്ഞെങ്കിൽ പോലും ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ട് റിസ്ക് എടുത്ത് മലപ്പുറത്ത് നിന്ന് രാവും പകലും മഴയും വെയിലും കൊണ്ട് ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനൊരവസ്ഥയിലൂടെയാണ് അമ്മ ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ച് കാശുരൂപമെല്ലാം നെഞ്ചത്ത് വെച്ച് മിംസ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും കുഞ്ഞ് പൂർണ്ണമായിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കിനും ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് എല്ലാം പുറത്ത് വന്ന് കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്ന് വാരിയെടുത്തുകൊണ്ട് ഓടിപ്പോയി ഓക്സിജൻ വെച്ച് എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ സഹോദരി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹസ്ബൻഡ് കൂടെ ഇല്ലായിരുന്നു. ഡോക്ടർ റൂമിലോട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മകളെ സോറി, 10 മിനിറ്റ് മുമ്പേ ആണെങ്കിൽ നമുക്കിതിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. ആ സമയത്ത് കുഞ്ഞ് വയറ് വളരെയധികം വീർത്ത് എന്താ പറയുക തടിയൊക്കെ പോയി പറ്റൊരവസ്ഥയിലായിരുന്നു അവൾ കടന്നുകൊണ്ട് പോയിരുന്നത്. അപ്പം ഞാൻ ഈ കാശുരൂപം എൻ്റെ കയ്യിലില്ല, മോളെ കയ്യിലായിരുന്നു. ഞാൻ എൻ്റെ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിൽ തന്നെ പുരട്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു അമ്മയടുത്ത്, മാതാവേ ഞാൻ എന്തിനാ മാതാവ് ഇത്ര കാലം നിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനൊരവസ്ഥയിലൂടെ അവളെ കൊണ്ടുപോകാനായിരുന്നോ എന്ന് ഞാൻ ചോദിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ ഓടി വന്നിട്ട് ഡോക്ടറെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ അങ്ങനെ നോക്കിയെന്ന്. പക്ഷേ എൻ്റെ മനസ്സിലൊരിതുണ്ട്, കുഴപ്പമൊന്നുമില്ല, മാതാവ് എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കും എന്നൊരു ചിന്ത, ചെറിയൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്ന്. ഡോക്ടർ ഓടിപ്പോയി, അടുത്ത് ഞാനും ബാക്കിൽ ഓടി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, കുഞ്ഞിനെ ഞങ്ങൾ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മിംസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വെൻറ്റിലേറ്ററിൽ മാറ്റുമ്പോൾ ഇത്രയ്ക്ക് എമൗണ്ട് ആവും ഒരു ദിവസത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും വേദനകൾ എൻ്റെ കുട്ടി അനുഭവിച്ചു, അതുകൊണ്ട് തന്നെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റേണ്ട, ഡോക്ടർക്ക് അവളെ രക്ഷിക്കാൻ പറ്റുന്ന പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവളെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ എന്നോടൊന്നും മിണ്ടിയില്ല. ഡോക്ടർ പറഞ്ഞ് ശരി താൽക്കാലികം ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ്. കുഞ്ഞിന് പനി 101, 2, 3 അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് വീണ്ടും ഞാൻ ഉടമ്പടി തൈലം ഇടപെടാതെ പുരട്ടിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ മീറ്റർ വെച്ച് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ പനി പൂർണ്ണമായിട്ട് അത് 97 ആ ഒരു ലെവലിലേക്ക് കുറഞ്ഞ് അവർ ICUയിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു. അവൾ ICUയിൽ കിടന്നു, ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത്, ഒരു വക സാധനം കൊടുക്കരുത്, ഒന്നും കഴിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല കുഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ്. ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂമിൽ പോയി വന്നപ്പോൾ ഇവളുണ്ട് ഓക്സിജൻ മാസ്കൊക്കെ മാറ്റിക്കൊണ്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, എന്നെ അമ്മ എന്ന് അവൾ വിളിക്കാറില്ല, എൻ്റെ പേരാണ് വിളിക്കൽ, സെബി എന്നാണ് വിളിക്കൽ. സെബി എനിക്ക് വേണമെന്ന് പറഞ്ഞ്. ഞാൻ ചെന്ന മക്കൾ കേക്ക് വേണമെന്ന് പറഞ്ഞു. ആ സമയത്ത്
മുസ്ലിം സമുദായത്തിൻ്റെ വിശുദ്ധമായ നോയമ്പ് മാസമായിരുന്നു. ഞങ്ങൾ മലപ്പുറംകാരായതുകൊണ്ട് തന്നെ കടകളൊന്നും തുറക്കത്തില്ല. അവരെ വിശുദ്ധമായ നോയമ്പ് മാസത്തിൽ ഹോട്ടലുകളോ കേക്കുകളോ അങ്ങനത്തെ ഹോട്ടലുകളൊന്നും എവിടെയും ഉണ്ടാവത്തില്ല. എവിടേക്കോ പോയിട്ട് എൻ്റെ സഹോദരൻ അത് മേടിച്ചു കൊണ്ടുവന്ന് അവൾ വളരെയധികം സന്തോഷത്തോടെ അത് കഴിച്ചു. ഒന്നും കൊടുക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ എന്താണ് ഈ ചെയ്യുന്നത്, ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, ഓക്സിജൻ മാസ്ക് വെക്ക് എന്ന് പറഞ്ഞ്. അവളത് വെക്കാനേ സമ്മതിക്കുന്നില്ല. 2 ദിവസം അവൾ ICUയിൽ കിടന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ വാർഡിലേക്ക് മാറ്റി. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഫുഡായിരുന്നു അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവൾ അങ്ങനെയൊന്നും ഫുഡ് കഴിക്കാറില്ലായിരുന്നു. പിന്നീട് ഡോക്ടർ പറഞ്ഞു, മകളെ ഇനി ഇവിടെ കിടത്തിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവല്ലാതെ ഈ കുഞ്ഞിനെ നമുക്ക് ആർക്കും ഇനി രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഓക്സിജൻ്റെ സഹായത്തോടെ വേണം കുഞ്ഞിൻ്റെ മരണാന്തരം വരെ കിടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ വേദനയോടുകൂടി കുഞ്ഞിനെ വീട്ടിലേക്ക്, അപ്പോഴേക്കിനും നമ്മുടെ അടുത്തുള്ള ആളുകളും സെൻറ്ററുകളെല്ലാം ചേർന്ന് വീട്ടിൽ ഓക്സിജൻ്റെ സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി തുടങ്ങിയിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് ആംബുലൻസിൽ പോകുന്ന വഴി വീണ്ടും കുഞ്ഞിന് വയ്യാണ്ടായി. ഞങ്ങൾ വീണ്ടും നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശുവിലേക്കാണ് കുഞ്ഞ് ആംബുലൻസ് പോയത്. ആ സമയത്ത് മോൾക്ക് വളരെയധികം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായി. ഭയങ്കര ബ്ലോക്കായിരുന്നു ആ സമയം. ബ്ലോക്ക് സമയത്ത് ഇതേ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ മാതാവിനോട് ഞാൻ വീണ്ടും പറഞ്ഞു, മാതാവ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു പരീക്ഷണം തരുന്നത്, എത്രത്തോളം അനുഭവിച്ചു, ഇനിയും അനുഭവിക്കാനുള്ള വഴികളാണോ ഞങ്ങൾ കടന്നു പോകുന്നു ചോദിച്ച്. ഞാൻ പറഞ്ഞ സെക്കൻഡ് നേരം തന്നെ മോൾക്ക് ആ ശ്വാസം തിരിച്ചു കിട്ടുകയും അവൾ വളരെ സന്തോഷത്തോടെ എന്നെ നോക്കി ചിരിക്കുകയും ചെയ്ത് മാതൃശിശുവിലെത്തി. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, മകളെ 4 ദിവസം അതിനുള്ളിൽ മകൾ പോകുമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ശരി, ഓക്കെ, നമുക്കിനി പ്രതീക്ഷിക്കാനൊന്നും വകുപ്പുകളോ വഴികളോ ഒന്നുമില്ല. മാതാവിൽ മാത്രം ആശ്രയിച്ചു. തമ്പുരാനെ, നിൻ്റെ ഹിതം എന്താണോ അതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഇനിയൊരു ഇതുവരെ ഈ മകൾക്ക് ഇത്രയും അസുഖങ്ങളിലൂടെ കടന്നു പോയിട്ട് പോലും അവൾ ഒരു കിടപ്പ് രോഗി പോലെ കിടന്നിട്ടില്ല. അവൾ കിടന്ന സമയം വെറും 1-2 മാസം മാത്രമാണ് കിടന്നത്. അതുവരെ ഓടാനും ചാടാനും കളിക്കാനൊക്കെ അവൾക്ക് കഴിഞ്ഞത്. ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ RCC എന്നാണെങ്കിൽ പോലും എല്ലാ മാസം ഞങ്ങൾ വെളുപ്പിന് 4 മണിക്ക് എത്തുന്ന രീതി, ആരും ഇല്ലാത്ത സമയം നോക്കി, കാരണം ഇൻഫെക്ഷനാവെന്ന് പേടിച്ചിട്ട് അത്ര സമയത്ത് വരുന്നത്. അങ്ങനെ വന്ന് ആരില്ലാത്ത സമയത്തൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങളോട് വന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം. ഞങ്ങളുടെ പ്രാർത്ഥന മൂലമാണ് ഞങ്ങളുടെ കുഞ്ഞ് അത്രയും ഡെവലപ്പായി വന്നത്. അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസം അടുത്ത് ഓക്സിജൻ്റെ സഹായത്തോടെ തന്നെയാണ് അവൾ ഇരിക്കുന്നത്. ലാസ്റ്റ് ദിവസം 4ാമത്തെ ദിവസം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, അമ്മ കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കേക്ക് കിട്ടാൻ ഒരു വഴിയില്ല. അവൾക്ക് കേക്കായിരുന്നു ഇഷ്ടപ്പെട്ട കാര്യം. അപ്പോൾ ഇച്ചിരി കഞ്ഞി ഉണ്ടായിരുന്നു, അത് കൊടുത്ത് അത് കഴിക്കാൻ അവൾക്ക് പറ്റിയില്ല. അപ്പോഴേക്കും സിസ്റ്റർമാരും ഡോക്ടർമാരും എല്ലാം ഓടി വന്നിട്ട് അവളെ മൂക്കിലൂടെ ട്യൂബ് ഇടാൻ തുടങ്ങി. ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവളെൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. മൂക്കിൽ ട്യൂബ് ഇടുന്നതിൻ്റെ 2 സെക്കൻഡ് മുമ്പ് എന്നോട് എൻ്റെ കുട്ടി പറഞ്ഞു, അമ്മ യേശു പപ്പ വരുന്നുണ്ടമ്മ എന്ന് പറഞ്ഞു. യേശു പപ്പ വരുന്നുണ്ട് അമ്മ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ എപ്പോൾ അഡ്മിഷനായി കഴിഞ്ഞാൽ 4-5 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവാറുണ്ട്. അപ്പോൾ ഞാനും അതുതന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു, ഇപ്പോൾ ഡിസ്ചാർജ് ആവും, നാളെ ഡിസ്ചാർജ് ആവും, ഏതവസ്ഥയായാലും കുഴപ്പമില്ല, വീട്ടിലെത്തി കിട്ടിയാൽ മതി, അവളെ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കിയാൽ മതി എന്ന് മാത്രം ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മോൾ പറഞ്ഞു, ഒറ്റ പ്രാവശ്യം കൂടിയും പറഞ്ഞു, അമ്മ യേശു പപ്പ വരുന്നുണ്ടമ്മ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ തന്നെ ഡോക്ടർമാർ ഓടി വന്ന് പറഞ്ഞു, കുട്ടി നീ പുറത്ത് നിൽക്കും മകളെ എന്ന് പറഞ്ഞു. അവരപ്പോഴെ തന്നെ കർട്ടനൊക്കെ ഇട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ വന്ന് പറഞ്ഞു, കുഞ്ഞ് പോയി എന്ന് പറഞ്ഞ്. മെയ് 6-ാം തീയതിയാണ് കുഞ്ഞ് ഞങ്ങളിൽ നിന്ന് പോയത്. ദൈവമാതാവിനും തിരുകുമാരനും നന്ദി സ്തോത്രം. അവളെ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി കുഞ്ഞിനെ അവർ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഉടമ്പടി തൈലവും ഉപ്പും തേനും അവളെ തലയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് മകളുടെ നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് പറഞ്ഞു, മകളെ ഇന്ന് മെയ് 6-ാം തീയതി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മകളെ നീ തിരിച്ചു വരിക. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും മകളെ നീ തിരിച്ചു വരുന്നത് എനിക്കൊരു സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അമ്മേ മാതേ,
ഇനി ഞാൻ ഈ കുഞ്ഞിന് വേണ്ടിയോ വേറൊരു കുഞ്ഞിന് വേണ്ടിയോ നിൻ്റെ മുന്നിൽ ഞാൻ ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കില്ല. ഈ ഫയൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതിന് മറ്റ് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട്. 4.5 വർഷക്കാലം ഈ കുഞ്ഞിന് വേണ്ടി നിൻ്റെ മുന്നിൽ ഞാൻ വന്നതാണ്. അതുകൊണ്ട് തന്നെ നീ ഒരിക്കൽ പോലും എന്നെ കൈവിടാതെ ഇതുവരെ വഴി നടത്തി. ഒരാപത്ത്, ഒരു ഇൻഫെക്ഷൻ പോലും ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ നീ നടത്തി. അതെല്ലാം ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മെയ് 6-ാം തീയതി വീണ്ടും ഞാൻ പ്രഗ്നൻ്റായി. ജനുവരി 1-ാം തീയതി ഒരാൺകുഞ്ഞിനെ തന്ന് ദൈവമാതാവും തിരുകുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ചു. മോള് മരിച്ച അതേ ദിവസമാണ് വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നത്. ദൈവകുമാരനും പരിശുദ്ധമ്മയും ആ കുഞ്ഞിനെ തന്നെയാണ് ഞങ്ങൾക്ക് തിരിച്ചു തന്നെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, വലിയ അനുഗ്രഹം തന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു. വാടക വീട്ടിൽ നിന്നാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. ഹസ്ബൻഡ് വീടാണ് എനിക്ക് സ്വന്തം. ഞാൻ ആദ്യമായിട്ടൊരു വീട്ടിൽ കയറുന്നത് ഹസ്ബൻഡ് വീട്ടിലാണ്. അതുവരെ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ ഞങ്ങൾ വാടക വീട്ടിലാണ്. ഹസ്ബൻഡ് വീട്ടിലും സത്യം പറയുകയാണെങ്കിൽ അത് ഒരു സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം അല്ലായിരുന്നു, കൂട്ടുകുടുംബമായിരുന്നു. അതുകൊണ്ടായിരിക്കാം, ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമില്ല. എങ്കിലും കുഴപ്പമില്ല. അമ്മ മാതാവ് ഞങ്ങൾക്കൊരു ഭവനം തന്നു. കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് വിൽക്കുവാൻ വേണ്ടി 3 വർഷക്കാലം ഞങ്ങൾ പരിശ്രമിച്ചു. അതും നടന്നില്ല. അമ്മയുടെ കാശുരൂപ ആ മണ്ണിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഉപ്പ് വിതറി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ആ സ്ഥലം വിൽക്കുവാൻ 1 മാസം കൊണ്ട് തന്നെ ആ സ്ഥലം വിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഈ ഭവനം മേടിക്കുവാൻ വേണ്ടി ഇരുന്നപ്പോൾ 25 ലക്ഷമാണ് അവർ പറഞ്ഞത്. അത്യാവശ്യം റൈറ്റുള്ള സ്ഥലം തന്നെ ആയിരുന്നു. അതൊരു ഭവനവും സ്ഥലവും ചേർന്നായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അത്ര എമൗണ്ട് ഒന്നും എടുക്കാനില്ല. കുഞ്ഞിൻ്റെ മരണം, പിന്നെ സ്വന്തമായി വീടില്ലാത്ത അവസ്ഥകൾ, അങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു സമയം. പിന്നീട് പുള്ളിക്കാരൻ, അതൊക്കെ ഇതിൻ്റെ മുന്നുള്ള കാര്യങ്ങളാണ്, കുഞ്ഞിൻ്റെ മരണത്തിന് മുമ്പേയുള്ള കാര്യങ്ങളാണ്. ഈ 25 ലക്ഷം പറഞ്ഞ വ്യക്തി പിന്നെ 18 ലക്ഷത്തിലേക്ക് മാറി. അപ്പോഴും ഞാൻ ആ ഭവനത്തിലേക്ക് പോയി ഉടമ്പടി ഉപ്പ് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, മാതേ, നീ എനിക്കിത് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു എമൗണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ്, ഈ എമൗണ്ടിന് എനിക്കറിയാമല്ലോ എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്, 7 സെൻറ്റ് സ്ഥലവും കുറച്ച് ഗോൾഡും, അത് മാത്രമേ ഉള്ളൂ. മോളുടെ അസുഖം നിനക്കറിയാമല്ലോ, ഇതെല്ലാം അമ്മയ്ക്ക് അറിയാം, അപ്പനും അറിയാം, പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ഏറ്റെടുത്തോളണം എന്ന് പറഞ്ഞ് ഉപ്പും പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും മണ്ണിൽ സമർപ്പിച്ച്, ആ ഭവനത്തിൽ സമർപ്പിച്ച്, അദ്ദേഹം കാണാതെ അവിടെയൊക്കെ സമർപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ ഭവനത്തിൻ്റെ ഓണർ RCCയിൽ ഞങ്ങളെ കാണാൻ വന്നു. ഞങ്ങളടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപ തരാൻ പറ്റും ആ ഭവനത്തിനെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളൊരു എമൗണ്ട് പറഞ്ഞു. പുള്ളിക്കാരൻ ആദ്യം ഓക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ പോയി. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ ഒരു എമൗണ്ടിന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് 2-3 മാസം കഴിഞ്ഞപ്പോൾ അമ്മയടുത്ത് അമ്മയടുത്തൊന്നും പറയാറുണ്ട്, മാതാവേ നിനക്കറിയാമല്ലോ, പുള്ളിക്കാരൻ 25 പറഞ്ഞു, 18 പറഞ്ഞു. ഇപ്പം അതാ പുള്ളിക്കാരൻ ഇത്ര എമൗണ്ട് 15 പറയുന്നുണ്ട്. എനിക്ക് പറ്റത്തില്ല, 15-ലൊന്നും തരാൻ പറ്റില്ല. ഇത് അമ്മ തരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ എമൗണ്ടിൽ തന്നെ ആ ഭവനം എനിക്ക് നീ മേടിച്ച് തരണം എന്ന് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ വീണ്ടും വിളിച്ചു, എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് അത് മേടിക്കാൻ പറ്റും ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു 12 ലക്ഷമാണെങ്കിൽ ഞങ്ങളത് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു, സെൻറ്റിന് 4 ലക്ഷം രൂപയുള്ള സ്ഥലമല്ലേ, പിന്നെ എങ്ങനെ അത് 12 ലക്ഷത്തിന് തരും? 5 സെൻറ്റ് സ്ഥലമുണ്ട്, ഒരു വീടും ഉണ്ട്. ഞാൻ പറഞ്ഞ് അതിലാണെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ ആ കേസ് വിട്ടോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ പുള്ളിക്കാരനടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞേ, നീ വേണം ഇനി ഞങ്ങളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ, അപ്പ നോക്കിക്കോളണേന്ന് പറഞ്ഞു. പിന്നീട് 2-ാമത്തെ ദിവസം പുള്ളിക്കാരൻ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ലക്ഷം തരാൻ പറ്റും? ഞങ്ങൾ പറഞ്ഞു 12 ലക്ഷം തരാൻ പറ്റും എന്ന് പറഞ്ഞു. ശരി, ഒരു 50,000 രൂപ കൂട്ടിത്തരാവോ ചോദിച്ച് കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 12 ലക്ഷത്തിന് ആ ഭവനം ഞങ്ങൾക്ക് സ്വന്തമായി. ഇന്ന് സന്തോഷത്തോടെ ആ ഭവനത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഒരു വിരൽ മടങ്ങത്തില്ലായിരുന്നു, കൈവിരലിൽ ഒരു വിരൽ മടങ്ങത്തില്ലായിരുന്നു. ഉടമ്പടി തൈലം പുരട്ടി 4-ാമത്തെ ദിവസം ആ വിരലും നോർമലായി. പരിശുദ്ധമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.